ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ്. ഇന്ന് മണി ഒരു 5 ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഈ മുടി ഒന്ന് നമുക്ക് വെട്ടണം. ഈ മുടി ഒന്ന് നല്ല രീതിയിൽ വെട്ടണം. ഞാൻ ഇത് മൊത്തത്തിൽ ക്ലീനായിട്ട് എടുക്കാൻ പോവുകയാണ്, മൊട്ടയടിക്കാൻ പോവുകയാണ്. അപ്പം ഇത് നമുക്ക് ആദ്യം മുടി ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത പൂവെന്ന് പറഞ്ഞ സ്ഥലം ഏതാ? ശാസ്താംപാറ. അപ്പം നമുക്ക് നേരെ ഇത് കഴിഞ്ഞിട്ട് ശാസ്താംപാറയിലേക്ക് പോവാം. അപ്പം എന്നാൽ നേരെ നമുക്ക് ശാസ്താംപാറ ട്രാവൽ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, മാമ മുടി കേട്ടോ മാമ, മുട്ട അടിക്കണം. എത്ര പറയാവും? ഓ, എത്ര പറയാണ്? താടിയൊന്നും വേണ്ട, മുടി മാത്രം, മുട്ട അടിക്കണം. 150. ഓ, ഈ മുടി കിടക്കണോണ്ട് ഭയങ്കര പാട്. മുടിയെല്ലാം പൊഴിക്കുകയും ചെയ്യണം, ഉടക്കും വരണം, താരനും കൂടെ ആയിരുന്നു. കൂട്ടുകാരെ, അങ്ങനെ മുടി വെട്ടി ക്ലീനാക്കുകയാണ്. നമുക്ക് ബാക്കിയെല്ലാം ക്ലീനാക്കി കഴിഞ്ഞ ശേഷം കാണാം. ഓക്കെ, നമ്മളങ്ങനെ മുട്ടയടിച്ച് ക്ലീൻ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. എത്രയാണ് മാമ? 150 അല്ലേ? ഓക്കെ, 150 അയക്കുന്നത്. ഹലോ കൂട്ടുകാരെ, അപ്പം ഞാൻ മുടി വെട്ടിയിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഇന്നിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് അവിടെ പോകാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഇത് വേറെ ഒന്നുമല്ല, എൻ്റെ തലയിൽ താരനുണ്ട്. അപ്പോൾ ആ താരൻ്റെ ഇത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാരങ്ങ തേച്ചത്. ഇന്ന് 5 മണി ആയതുകൊണ്ട് നമുക്ക് സന്ധ്യ ഒരുപാടായി. അതാണ് നമുക്ക് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറ്റാതെ. അതിനേക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നതായിരിക്കും, ആ നല്ലൊരു ട്രാവൽ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം.
ഇപ്പം മണി 10:10 ഇപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു റൂട്ട് അറിയത്തില്ല. അപ്പം നമുക്ക് ഈ വെള്ളത്തിശാല ശാസ്ത്രം വരെ പോകുന്ന റൂട്ട് നമുക്ക് ഈ ലാബിലാണ് നിൽക്കുന്നത്. ലാബിൽ അടുത്ത ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ചേട്ടാ, ശാസ്ത്രം വരെ പോകുന്ന വഴി എങ്ങോട്ടാ ചേട്ടാ? ഓ, ഈ നേരെ പോയാൽ മതിയോ? റോഡ് നേരെ പോയി താഴെ ഇറക്കം വരും. ഇറക്കം പോകണ്ട, പിന്നെ അതിൽ ലെഫ്റ്റ് റോഡ് പോകും. ഈ റോഡ് ഇങ്ങനെ പോയി ഇങ്ങനെ ഇറങ്ങുമ്പോൾ 10 ലെഫ്റ്റ് പോയാൽ 10 പോയാൽ ശാസ്ത്രം മറയ്ക്കാറ്. കുഴപ്പമൊന്നുമില്ല. റോഡ് അല്ല, വേറെ ചെക്ക് പോസ്റ്റ് അങ്ങനെ ഇതെന്താണ് കൂട്ടുകാരെ സംഭവം? സെൻറ്റർ ഫോർ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻസ്. കഴുത്ത് വേദന, കൈമുട്ട് വേദന, നടുവേദന, നടുവിനും ഇടുപ്പിനും ഉണ്ടാകുന്ന വേദന, കാൽമുട്ട് വേദന, ഉപ്പൂറ്റി വേദന, കണ്ണങ്കാൽ വേദന, ഇങ്ങനെ പലതരം വേദനകളും നമുക്ക് മാറ്റി തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ശാസ്താംപാറയിലോട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് വിളിച്ച് നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ തെറാപ്പികളൊക്കെ ചെയ്യേണ്ടതാണ്. ഓക്കെ. ഹലോ കൂട്ടുകാരെ, ഞാനിതുവഴി പോകുന്ന വഴിക്ക് ഒരു വാഴയുടെ ഇല വന്നിട്ട് നമ്മളെ ലൈൻ കമ്പിൽ മുട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് തട്ടിയിട്ട് ഒന്ന് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. മഴക്കാലത്തൊക്കെയാണ് ഇതുവഴി വരണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് സൂക്ഷിച്ചൊക്കെ പോകണം. നമ്മളെ ഈ ലൈൻ കമ്പിയിലൊക്കെ ഈ വാഴയിൽ കൂടെയൊക്കെയാണ് ഷോക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ശാസ്താംപാറയിലോട്ടേക്ക് പോകുന്ന റൂട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. റോഡ് വൈദ്യുതീകരണം ശാസ്താംപാറ ടൂറിസം പദ്ധതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവാങ്കൂർ എന്നാണ് ബോർഡിൻ്റെ പേരിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റൂട്ടാണ് പോകാനുള്ളത്. ഏകദേശം നമുക്ക് ഈ റൂട്ട് അങ്ങ് താഴോട്ട് ഇറങ്ങണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നേരെ അങ്ങ് താഴോട്ട് ഇറങ്ങി നോക്കാം. ഓക്കെ. ഹലോ. അപ്പോൾ ഇതിൽ അതിസുന്ദരമായ റബ്ബർ കാടും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടുത്തൂടെയൊക്കെ പോകുമ്പോൾ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റോഡ് ചെറിയ മോശമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് നമ്മൾ ടൂറിസം വാരിച്ച കേന്ദ്രമായതുകൊണ്ട് നമുക്ക് റോഡൊക്കെ കുറച്ചുകൂടെ ഒന്ന് നേരെയാക്കാനുണ്ട്. ഒന്ന് കട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. റോഡ് മൊത്തം ചെളി വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നേരെയാക്കുക. ഇവിടുത്തെ മെമ്പർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് നല്ല രീതിയിലാക്കിയാൽ മാത്രമേ വണ്ടികൾക്കൊക്കെ പോകാനായിട്ടൊരു സൗകര്യം കിട്ടത്തുള്ളൂ. ഓക്കെ. കൂട്ടുകാരെ, നമ്മളെ വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് ശാസ്താംപാറ ടൂറിസം മേഖല ആയതിനാൽ ഇതുവഴിയുള്ള ഹൈവേ ഹെവി വെഹിക്കിൾ ട്രിപ്പുകൾ ലോറി നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങൾ ലോറി അങ്ങനെയുള്ളതൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അവർ പറഞ്ഞിരിക്കുന്ന പോലത്തുള്ള വണ്ടികളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ബോർഡ് ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. റോഡ് വൈദ്യുതീകരണം ശാസ്താംപാറ ടൂറിസം പദ്ധതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ അവിടെ കണ്ട ബോർഡ് തന്നെയാണ്. ഇതിൽ നമുക്ക് വന്നിട്ട് ഈ വഴിയല്ല പോകാനുള്ളത്. നമുക്ക് നേരെ ഈ ബോർഡ് കാണിച്ചിരിക്കുന്ന ഈ വഴിയാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ. ഈ കുറച്ച് കയറ്റം ഇങ്ങനെ കയറി പോകാനുണ്ട്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യത്തിലേക്ക് പോവാം. വല്ലാത്തൊരു കയറ്റം. അപ്പം നമുക്കിത് കയറി ഞാൻ തളർന്നു കേട്ടോ. ഞാൻ നടന്നാണ് പോകുന്നത്. കണ്ടേ, ഇത്രയും വലിയ കയറ്റം ഞാൻ നടന്നാണ് കയറുന്നത്.
എനിക്ക് കയറ്റി നടന്നിരുന്നു. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇവിടെ ഒരു കട ഇരിപ്പുണ്ട്. എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് നമ്മുടെ പാർട്ടിയുടെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കിണറും ഇരിപ്പുണ്ട്. കിണർ നമുക്കിവിടെ 20 വരെ നമുക്ക് പാസ് കൊടുത്ത് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ പാസ് വാങ്ങിച്ചിരിക്കുകയാണ്. നമുക്ക് ഇനി വേണം നമ്മളെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതായത് നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ഡീറ്റെയിൽസൊക്കെ കോവിഡൊക്കെ ആയതുകൊണ്ട് നമ്മളിത് എഴുതുക. ഓക്കെ യെസ്, നമ്മൾ പാസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കയറാൻ കുറച്ച് പടിക്കെട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പടിക്കെട്ടിലൂടെ നമ്മൾ കയറി മുകളിൽ എത്തുക. മുകളിൽ എത്തിയിട്ട് നമുക്ക് അവിടെ വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിൽ ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറി കിട്ടും. ഇവിടെ വന്ന് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രയ്ക്കും നല്ലൊരു കാര്യങ്ങളും നമ്മൾ ആ ഒരു കാറ്റൊക്കെ കിട്ടുമ്പോഴേ നമുക്ക് ആ മനസ്സിൻ്റെ ഒരു സമാധാനം ഉണ്ടല്ലോ, അത് നമുക്ക് ഒരിടത്ത് കിട്ടത്തില്ല. ഓക്കെ, നിങ്ങളെല്ലാവരും കൂടെ വരിക, വന്ന് നിങ്ങൾ ആ ഒരു സമയം ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട്. ഈ അമ്പലമാണ് നമ്മൾ നോക്കുന്നത്. ചെറിയൊരു വിഗ്രഹമാണ് പൂജ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വൈകുന്നേരമൊക്കെ ഉള്ളൂ. ഇത് വന്നിട്ട് നമ്മുടെ ഈ കർപ്പൂരങ്ങളൊക്കെ കത്തിച്ച് വയ്ക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്, ദീപങ്ങളൊക്കെ. കോവിലാണ്. ഇത് എപ്പോഴും തുറക്കണമെന്നൊന്നുമല്ല. ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇച്ചിരി പോറ്റിയൊക്കെ വന്ന് നമുക്ക് തുറന്ന് വെച്ച് കത്തിക്കുന്നത് തെക്കത് പോലെയാണ്. വൈകുന്നേരമൊക്കെ വിളക്കൊക്കെ കത്തിക്കും. ഒരു
ദൈവമാണ് ഒരു പ്രതിഷ്ഠ, അത്രേ ഉള്ളൂ. ഒരു ദൈവം ഉണ്ട് ഇവിടെ, അറിയില്ല പേര് പേരൊന്നും കൊടുത്തിട്ടില്ലാത്തതുണ്ട്. ഇത് നമ്മൾ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വന്നിട്ട് ഇവിടെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് കുട്ടികൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഇതിലൊക്കെയാണ് നമ്മൾ ഇപ്പം ആരും കളിക്കാത്തതുകൊണ്ട് ഇങ്ങനെ പൊടി മറ്റേ ഈ അക്കേഷ്യ മരത്തിൻ്റെ ചെടിയൊക്കെ വന്ന് വീണ് കിടക്കുകയാണ്. അപ്പം ഇത് നമ്മൾ നേരത്തെ ഊഞ്ഞാലാണ് ഈ കൊച്ചുകുട്ടികൾക്കൊക്കെ വേണ്ടി. അപ്പം നിങ്ങൾ ഈ കൊച്ചുകുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഊഞ്ഞാലിലൊക്കെ ഇട്ട് ആട്ടിപ്പിക്കണം. ഇപ്പോൾ ഇവിടെ ആരുമില്ല, അപ്പോൾ എല്ലാവരും ഇനി വരത്തേ ഉള്ളൂ. ഇതാണെങ്കിൽ നമ്മൾ പണ്ട് നേഴ്സറിയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കയറി ചറവുന്ന ഒരു ചറവലാണ് ഇത്. പടിക്കട്ട് ഇതുവഴിയെ നമ്മൾ ചറവും, ഇങ്ങനെയാണ് ചറവുന്നത്. അപ്പോൾ അറിയാം. പിന്നെ ഇവിടെ എന്താ ഒരു ഊഞ്ഞാലുണ്ട്, ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് വന്നിട്ട്. പിന്നെ ഇത് വന്നിട്ട് ഒരാളിരുന്നിട്ട് അപ്പുറത്തൊരാൾ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ മുകളിലോട്ടും താഴോട്ടും പോകുന്ന ഒരു റിങ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതാണെങ്കിൽ നമ്മളൊക്കെ ഈ ചവിട്ടി പിള്ളേർക്കൊക്കെ ചവിട്ടി കാല് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വേറെ ഒന്നുമില്ല, ഇങ്ങനെ ചവിട്ടി നടക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കുഴപ്പമില്ല. ഗ്യാസ് ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച നല്ലൊരു വീഡിയോ. ഇത് നമുക്ക് ഇത് പാർക്കാണ്. പാർക്കിൽ ഇനി കുട്ടികളൊക്കെ നേരത്തെ കളിച്ചിട്ട് പോയായിരുന്നു. കുഴപ്പമില്ല, എന്നാലും നമുക്ക് പാർക്ക് ഈ നല്ല പാർക്കായതുകൊണ്ട് നമുക്ക് ഇതിലൊക്കെ ആണെങ്കിൽ ഊഞ്ഞാലാണ്. ഇത് വേറെ സൈസ് ഊഞ്ഞാലാണ്. ഓക്കെ, പിന്നെ ഇതൊക്കെ ആണെങ്കിൽ പിടിച്ച് കയറാനുള്ള ഗ്രിപ്പ് പോലത്തെ സാധനങ്ങളാണ്. നമുക്ക് കൈക്ക് ബാലൻസ് ഒക്കെ കിട്ടാനുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ. ഓക്കെ ഗൈസ്, ഹലോ. അപ്പോൾ ഇത് ഇവിടുത്തെ കുളമാണ്. അതായത് നമ്മളെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ നേരെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുളം. മീനൊക്കെ ഉണ്ടാകുന്ന അറിഞ്ഞുകൂടാ, എന്തായാലും നല്ല മീനുകൾ കാണുമായിരിക്കും. ഈ ശാസ്ത്രം നല്ലൊരു വ്യൂ ആണ്, നല്ല രീതിയിലുള്ള വ്യൂ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. സൈറ്റല്ലേ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? നല്ല സൈറ്റ്. ഇപ്പോൾ ഏകദേശം അവിടെ നിന്ന് അത് കടലാണ്. ഓക്കെ, ഇവിടുത്തെ കാറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല ഇപ്പോൾ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രസമാണ്. ഹെവിയാണ്. ഹെവി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മളിപ്പോൾ വന്ന് ഒരു വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന സമയം ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു സമയമായിരിക്കും. സ്മൂത്ത് കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ നല്ല കാറ്റ്. അവിടെ കയറി കിടന്ന് എപ്പോൾ ഉറങ്ങി പോകുന്ന അറിയാം. ചേട്ടൻ ശരിക്കും സ്ഥലം എവിടെയാണ് ചേട്ടൻ? ഞാൻ മണ്ഡപത്തിൽ കിടവാണ്. ഞാനും ഞങ്ങളൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നീയും വ്ളോഗ് ചെയ്യാനാണല്ലേ വന്നത്? ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, KL മേൻ എന്നാണ്. അതിൽ കലാകാരന്മാരെയൊക്കെ, ഈ അറിയപ്പെടാത്ത കലാകാരന്മാരെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ വെബ് സീരീസ് വല്ലതും ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ? വെബ് സീരീസ് ഞങ്ങളിപ്പോൾ ആപ്സ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു ചാനലിന് വേണ്ടി കരിമീൻ എന്ന് പറയുന്ന വെബ് സീരീസ് ചെയ്തുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഇത് എന്ന് റിലീസാണെന്ന്? റിലീസ് എല്ലാ മാസവും ഓരോന്ന് ചെയ്യും. ഓരോ ആഴ്ച ചെയ്യണമെന്നായിരുന്നു നമ്മളെ പ്ലാന്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഒരു മാസത്തേക്ക്. കൂട്ടുകാരെ എല്ലാവരും ആ ചാനലൊന്ന് കയറി നിങ്ങളൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് കരിമീൻ വെബ് സീരീസ് എന്നാണ്. ഞാൻ എൻ്റെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ചേട്ടന് എന്തെങ്കിലും പാട്ട് കാര്യങ്ങളായിട്ട് പാടാൻ? തീർച്ചയായിട്ടും ഞാൻ നാടൻ പാട്ട് പാടുന്ന ആളാണ്. സ്റ്റേജ് പ്രോഗ്രാമൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കോവിഡ് ആയിട്ട് പ്രോഗ്രാം ഒന്നുമില്ലല്ലോ, വീട്ടിൽ തന്നെ. അപ്പോൾ എൻ്റെ ചാനലിന് വേണ്ടി ഒരു ചെറിയ ജസ്റ്റ് ഒരു പാട്ട് ഒന്ന് പാടിത്തരാമോ? തീർച്ചയായിട്ടും പാടിത്തരാം. തീർച്ചയായിട്ടും. നീറ്റിറ്റാങ്കിളിയേ വട്ടം പറക്കുമ്പോൾ പുത്താടം പാടത്തിൻ്റെ കരയിൽ ഒറ്റപ്പന കണ്ടു. ഇറ്റിറ്റാങ്കിളിയേ വട്ടം പറക്കുമ്പോൾ പുത്താടം പാടത്തിൻ്റെ കരയിൽ ഒറ്റപ്പന കണ്ടു. പുത്താടം പാടത്തെ മാടത്തിലിട്ടൊരു പായ കഴിഞ്ഞൊരു കാലം ഞാനും മറക്കില്ല പൊന്നെ.
ഇത്തിറ്റാങ്കിളിയേ വട്ടം പറക്കുമ്പോൾ ഉത്താടം പാടത്തിൻ്റെ കരയിലൊരൊറ്റപ്പന കണ്ടോ. അപ്പോൾ പാട്ട് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെയാണ് ചേട്ടാ പഠിച്ചത്? എങ്ങനെയാണ്? ഇല്ല, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ബ്രോ. കേട്ടൊക്കെ പഠിക്കും, പഠിച്ചിട്ടൊന്നുമില്ല. കഴിവെന്ന് പറയണത്. അപ്പോൾ നമ്മൾ ഈ പാട്ടെന്ന് പറയുമ്പോൾ പാടുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് ഒരിടത്തും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. പാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗം പോലെയാണ്. നമുക്ക് ഒരു സമാധാനം കിട്ടുന്ന ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, അത് ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പാടുമ്പോൾ ആരും ഇല്ലായെങ്കിൽ നമുക്ക് കൂട്ടിന് കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടോ? തീർച്ചയായിട്ടും. കണ്ടു വളരെ സന്തോഷം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇച്ചിരി ഡിലേ ആയിപ്പോയി. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ലൊരു വീഡിയോ കൊണ്ടുവന്നതല്ലേ, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ആൾ വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നുള്ളൂ. എന്നാൽ അടുത്ത വീഡിയോയിലേക്ക് വരുന്നില്ല. നിങ്ങൾ സന്തോഷിച്ചല്ലോ. ഓക്കെ, ബൈ.